എടാ ഒന്നിരിക്ക രണ്ട് മാറിയോ? അവൻ പോയ കാര്യം എന്തായി? ആ പോയ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്. ഞാൻ അവരോട് പറയാവുന്നിടത്തോളം പറഞ്ഞു നോക്കി. അപ്പോൾ അവർക്ക് ഇങ്ങനൊരു കല്യാണം വേണ്ടെന്നപ്പോൾ നീ കള്ളും കുടിച്ച് റോഡ് സൈഡ് കിടക്കണ ഫോട്ടോ ലോകമായ ലോകം മുഴുവനെ കണ്ടു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു കള്ളുകൂടിയനെ കൊണ്ട് എൻ്റെ മോളെ കല്യാണം കഴിക്കേണ്ട ഒരു ഗതികേട് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് വന്നിട്ടില്ല എന്നാ. ഞാനതൊന്നും കഴിക്കാതാണെന്ന് അവന് പറയാറുന്നില്ലേ? അതെനിക്കറിയാടാ, അത് അവർക്കറിയോ? ഞാൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണില്ല. പിന്നെ ഞാനെന്താ കാട്ടുക? ആ ഇനി വേറെ നോക്കാം. വേണ്ട, മതി നോക്കിയത്. എങ്ങനെ ഒരു കല്യാണം വിധിച്ചിട്ടില്ല. എൻ്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കിയിട്ട് സമ്മതിച്ചോരാണ്. അതിപ്പോൾ ഇങ്ങനെയും വേണ്ട ഈ കല്യാണം. എന്നാലും ഈ തെമ്മാടിത്തരം കാണിച്ചത് ആരാന്നൊന്ന് കണ്ടുപിടിക്കണ്ടേ? ഇനി ഒന്നിനും വയ്യ, ഞാൻ എവിടേക്കില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. എന്തിന്? മൊബൈലിൽ നിന്റെ പടം എടുത്തിട്ട് ലോകമായ ലോകം മുഴുവനെ കാണിച്ചിട്ട് ഇതാ കല്യാണം മുടക്കി അവസാനം ജോലിയും പോയി. എടാ നിന്റെ ജീവിതം നശിപ്പിച്ച ആൾക്കാർ ആരാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാന്ന്. അങ്ങനെ കുറെ തെണ്ടികളുണ്ട് ഈ നാട്ടില്. അവരൊക്കെ പിന്നാലെ നടക്കലാണ് നമുക്ക് പണി. അതന്നെ അമ്മാവൻ പറയണ്. ഇത് പറ്റിയ നിനക്കല്ലേ? പരാതി കൊടുക്കേണ്ടത് നീയാണ്. അതെ, ഇരുന്ന് മോങ്ങാതെ നടക്ക് സ്റ്റേഷനിലേക്ക്. അമ്മാവനും വരാം. സാറേ ഇവനാണ് മറ്റേ സുമേഷ് കൃഷ്ണ. ആ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് ആ പെണ്ണിനെ വിളിച്ചു വരുത്തിയില്ലേ? സുമേഷ് കൃഷ്ണ അല്ലേ? കൃഷ്ണ എന്നുള്ളത് അതിന്റെ തന്തയുടെ പേരാണോ? ഇല്ല സാറേ, അത് ഭഗവാന്റെ പേരാണ്. ഞാനൊരു സ്റ്റൈലിന് വേണ്ടി ഇട്ടതാണ്. ഭഗവാന്റെ പേര് ഇട്ടിട്ട് തോന്നിയ സാധനങ്ങളോ? എന്റെ പ്രൊഫൈൽ ഇട്ടിരിക്കുന്ന ഫോട്ടോ ആരുടെ? അത് ഡീക്കൻ്റെ ആണ്. ദുൽഖർ സൽമാന്റെ. ഓ, കണ്ടാലും ഏതാണ്ട് ദുൽഖർ സൽമാനെ പോലെ തന്നെ ഉണ്ട്. എന്താ ഇയാള് കാണിച്ചേ? ഇയാള് ദുൽഖർ സൽമാന്റെ പടം പ്രൊഫൈലായിട്ട് ഇട്ടിട്ടേ 25 വയസ്സുള്ളൂ ഇവനെന്ന് പറഞ്ഞിട്ട് ഒരു 18 വയസ്സായ പെണ്ണിനെ ചാറ്റ് ചെയ്ത് പ്രേമമാക്കി. അവസാനം ആ പെണ്ണിന് ഇയാളെ തന്നെ കെട്ടണം. ഇവനെ കാണണമെന്നും പറഞ്ഞിട്ട് മറൈൻ ഡ്രൈവിൽ വിളിച്ചു വരുത്തി ആ പെൺകൊച്ചി പേടിച്ചിട്ട് ആ വഴി വന്നിട്ടാണ് ഇവിടെ സാറിന് പരാതി തന്നേക്കണം. ചെയ്യണ്ട സാറേ, ചത്തുപോകും ഇവനൊക്കെ. മൂക്കിനെ പൊട്ടിച്ചോളാട്ടോ. കല്യാണം കഴിഞ്ഞാണോ നീ? 2 കുട്ടികളുണ്ടാ? 5 ചെയ്യേണ്ട ചത്തു. അതിനൊക്കെ പുറത്ത് വിടാതിരിക്കണം. നല്ല എന്താണ് സാറേ? അത് ഡൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തലർക്ക് അലർജി ഉണ്ടാവേ. അലർജി പല്ലൊക്കെ വെപ്പോലാണോടാ? ഇല്ല, അത് 3-4 മാത്രം പോയിട്ടുള്ളൂ. പ്രായമായ ടീമുകൾക്ക് ഇപ്പൊ കുഴപ്പം കൂടുതൽ. നല്ല ചുമയാണ് സാറേ, വല്ലതും ചെയ്താൽ ചത്തുപോയാനെ. നല്ലതിനെ ഇവന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറെ പെൺപിള്ളേരുണ്ടല്ലോ, ഏതെങ്കിലും ഒരു നല്ല ഫോട്ടോ കണ്ടാൽ ഉടനെ ചാടി ഇറങ്ങുക. അത് കുഞ്ചാക്കോ ബോബനും ദുൽഖറാണെന്ന് പറഞ്ഞിട്ട്. വീട്ടിലെ തന്തയും തള്ളമാരെ ശ്രദ്ധിക്കണ്ടേ? ഓരോന്നിനും മൊബൈൽ കമ്പനിക്കാർ ആവശ്യത്തിൽ അധികം ഇന്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 6 മാസം ഫ്രീ അല്ലേ? ആ, പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. എടാ കൊച്ചേ, കേൾക്കാത്തോണ്ടോ? എന്താമേ നീ ആ സാധനം ഇടക്കെങ്കിലും ഒന്ന് എടുത്ത് മാറ്റ്, അല്ലെങ്കിൽ നിന്റെ ചെവിട്ട് പൊട്ടിപ്പോവും ചെക്ക. ഇവിടെ മനുഷ്യനാകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മയുടെ ഒരു. അയ്യോ, ഇത് പറ്റി എന്റെ മോനാകെ വിഷമം. ഇന്നലെ ഞങ്ങളുടെ ബാൻഡിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു അമ്മേ. അയ്യോ, അത് ചോദിക്കാൻ മറന്നുപോയി അമ്മ. എന്നിട്ട് എന്തായി? അതെല്ലാരും അവിടെ കൂവി കുളവാക്കിയമ്മേ. നീ എന്നെ നോക്കണ്ട. എടാ, ആദ്യ തലേക്കൊന്നും മെനയാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം തീരും. നിന്റെ കൂടെ ഉള്ളത് ഈ ജാതിയല്ലേ? അമ്മ ഈ മുടിക്ക് എന്താമേ കുഴപ്പം? മനുഷ്യന് കൊതിയാണേ ഒന്ന് കുളിച്ച് മെനക്ക് നടക്കണ കാണാൻ. അമ്മ ഞാൻ കുളിക്കുന്നില്ല, അമ്മ കണ്ട. നിനക്ക് ഈ മുടിയൊക്കെ വെട്ടി ഒന്ന് മെനക്കടക്കാൻ വേണ്ടിട്ട് പൈസ വല്ലതും തന്നെ ഞാൻ. അമ്മയുടെ കാര്യം പറഞ്ഞാല് നാളെ ലക്ഷ്മി ചേച്ചി ചോദിച്ചപ്പോ മനുഷ്യൻ നാണം കിട്ടുപോയി. എന്ത് ചോദിച്ചു? അവര് ചോദിക്കണ ശ്യാമള എന്ത് കാണിച്ചാടി നിന്റെ മോൻ നടക്കണം, അവനൊന്ന് മെനക്ക് നടന്നാൽ എന്താന്ന്. അവരുടെയൊക്കെ മക്കൾ നടക്കണ നീ കണ്ടിട്ടുണ്ടാ?
നല്ല മെനക്ക് പാൻ്റൊക്കെ തേച്ച് ഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ഒതുക്കി എന്ത് രസമാണ് കാണാൻ. അമ്മ ഈ ലക്ഷ്മി ചേച്ചിയുടെ മോൻ്റെ കാര്യമൊന്നും പറയൊന്നും വേണ്ട. അവന് ഞാൻ ഒരുമിച്ചല്ല ഡിഗ്രി എക്സാം എഴുതിയത്. എന്നിട്ട് അവൻ പാസ്സായോ? ഇല്ലല്ലോ. ഞാൻ പാസ്സായില്ലേ? അപ്പോൾ ഈ വസ്ത്രത്തിലും മുടിയിലൊന്നും അല്ലെന്ന കാര്യം. ആടാ, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നീ 4 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. അപ്പം പിന്നെ ഞാനൊന്നും പറയില്ലല്ലോ. കുളിക്കേയില്ല, നനക്കേയില്ല. അവൻ വന്ന് ചായ കുടിച്ചിട്ട് പോയിക്കേ. അമ്മ എന്നെ കൂട്ടുകാർ കാത്തിരിക്കുകയാണ് അവിടെ. എവിടെ കൂട്ടുകാർ കാത്തിരിക്കണം? അവന്മാർ പാതിരവരവിടെ ഉണ്ടാവും. ഇല്ല, ചായ കുടിച്ചിട്ട് പോ. അമ്മ ഞാൻ ഇപ്പോൾ വരാം. അമ്മരെ കണ്ടിട്ട് ഇപ്പോൾ വന്നേക്കാം. നിനക്ക് എന്താണ് 24 മണിക്കൂർ സർക്കിട്ട്? എല്ലാ ദിവസത്തെയും പോലെ പാതിരാത്രിക്കാണ് ഇന്നും കയറി വന്നെങ്കിൽ എന്റെ മോനെ നിറയത്ത് കിടക്കൂട്ടാ. പാട്ടും കൂത്തും മേളം തന്നെ ചെക്കൻ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. എന്താണ് ബ്രോ ഈ പഴയ പാട്ട് ഇതേ പാടിൻ്റെ അടുത്ത് പാടുന്നത്? എന്താണ് ബ്രോ ഈ പറയണ? നമ്മ ഈ പഴയ സ്റ്റൈൽ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മ നൈസായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണേന്ന്. എങ്ങനെ? നമുക്ക് വേറെ സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്യണം. നൈസായിട്ട് ഞാൻ കാണിച്ചുതരാം. ഇത് സാധനം ഇതിന് ഒരു ഹമ്മിങ്ങിൽ തുടങ്ങണേ. നമ്മ ഒരു ഹമ്മിങ്ങിലാണ്ടാ തുടങ്ങണം. ജസ്റ്റ് ബേസ് ഗിറ്റാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ സ്റ്റൈൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പോണേന്ന്. ഓ ഈ സാധനം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ ബേസിൽ നിങ്ങ പാടില്ല പാടില്ല ഒന്ന് തട്ട് സാധനം തട്ടി. പാടില്ല പാടില്ല നമ്മെ നമ്മെ സാധനം പിടിച്ചോട്ടാ. ഈ സാധനം പിടിച്ചോട്ടാ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തു കൂടാ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. സാധനം ചെറുതായിട്ട് സാധനം ഓഡിയൻസിന്റെ അങ്ങോട്ട് കയറി പിടിക്കും വേണ്ടല്ല. ക്ലാപ്സ് ആണ് ഈ സാധനം. തട്ടിക്കോ. ഇത് ഫസ്റ്റ് പ്രോഗ്രാം ഈ സാധനം തട്ടിക്കോ. ഇത് നടക്കൂല. ഇത് ജനങ്ങളുടെ ഇടയിൽ യേശുരാന്ന് ദേ വന്ന് നെഗറ്റീവ് വന്നിട്ടാ. ഞാൻ പറഞ്ഞാണ്, ഞാൻ ഈ കാസർഗോഡ് സ്റ്റൈലും കൂടി ഇങ്ങോട്ട് വരില്ല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞാൽ ഇത് കൊച്ചിയാണ് സാധനം. ഇല്ല, ആൾക്കാർ ഇഷ്ടപ്പെടണ്ടേ ഇഷ്ടപ്പെടണ്ടേന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇത് നമ്മൾ ഇഷ്ടപ്പെടുപ്പിക്കണേന്ന്. നമ്മ പാടി പാടി അവരെ അങ്ങോട്ട് ഇഷ്ടപ്പെടിപ്പിക്കണം. എന്നെ ചെയ്തു ബ്രോ. അറിയാണ്ട് 2 പരിപാടിക്ക് അടി കിട്ടിയത്. എടാ അതൊക്കെ തുടക്കത്തിലല്ലേ. നമ്മ ഇങ്ങനെ തന്നെ അടികൊണ്ടൊക്കെ തന്നെയാണ് ശരിയാവണത്. എന്തടിയാ നീ അടിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കണത്? പുതിയ പാട്ടൊന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇടക്കേറി കളവിട്ട ആളുകൾ. നമ്മ ഇപ്പൊ ഏറ്റവും നല്ല ഇതാണ് പഴയ ഓൾഡ് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ സംഭവങ്ങൾ ഇങ്ങനെ നൈസായിട്ട് എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ സ്ലോ ആക്കണം അല്ലെങ്കിൽ സ്പീഡ് ആക്കണം. കറക്റ്റ് സാധനത്തിൽ പോയിടുന്നു നമ്മ കറക്റ്റ് അല്ലല്ലോ. പിച്ച് മാറ്റി പിടിക്കാം. പിച്ച് എല്ലാ സാധനം മാറ്റി പിടിക്കണം. ആ സോങ് അല്ല അങ്ങോട്ട് തോന്നിക്കുന്ന രീതിയിൽ ആ സോങ് തന്നെ പാടണം. ഇവിടെയാണ് കഴിവ്. നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കണ്ടല്ല, എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടല്ല. ഈ സാധനം ചെറുതായിട്ടൊന്ന് കേടുവരുത്തിയാൽ അല്ല, ഒന്ന് നൈസായിട്ട് ഒന്ന് മാറ്റിയാൽ മതി. ആ സാധനം കുഴപ്പമില്ല. അത് നോക്കിയടാ, നോക്കിയാ നിന്റെ കൂടെ. എന്താണ് ഇതാണ് ഈ വയസ്സന്മാരെ നമ്മുടെ കൂടെ കൂട്ടണത്. ഞാൻ പഴയ ഹിപ്പിയുടെ കാലത്ത് മ്യൂസിക് ചെയ്തിട്ടുള്ള സാധനം തട്ടി കൊടുത്ത സുമേഷേട്ടാ. തട്ടി കൊടുക്ക. പിന്നെ ഇട് ഇട് ഒരു പിടുത്തം. ഒരു കുഴപ്പമില്ലാന്ന്. ചുമ്മാ വേറെ ഒരു കുഴപ്പമില്ല. വേറെ ഇത് പോരെ. ഈ സാധനത്തിനൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കണം? ഇല്ല വലിയ സാധനം തരണം. അടുത്ത കോൺട്രിബ്യൂഷൻ ആരാണ്? എന്താണോ ഇവിടെ? എന്താണ് ഓരോന്നിന്റെ താടിയും മുടിയും കണ്ടാ മതി. എന്താ പരിപാടി? ഞങ്ങ പാട്ട് പ്രാക്ടീസ് ചെയ്യണേ. എന്തേ പാട്ട് പ്രാക്ടീസ് ചെയ്യണേ.
എടാ പാട്ടും കൂത്തും എടോ അതൊക്കെ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് പോയിട്ട് ചെയ്യണം. ഈ പൊതു സ്ഥലത്ത് വന്നിരുന്ന ടീമൊക്കെ തമ്മാടിത്തരം കാണിക്കാൻ പാടുമോ? ഞങ്ങൾ ഇരിക്കാറുള്ള സ്ഥലമാണ് ഞങ്ങളെ. ഇരിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ പാട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇരിക്കാറ്. ഞങ്ങൾക്ക് ബാൻഡ് ഉണ്ടേ. എന്നാ ആ വക പരിപാടി ഇവിടെ നടക്കില്ല. അതാ ഞാൻ പറഞ്ഞത് കേട്ടാ. ഇവിടെ അടുത്ത വീടുകളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. എൻ്റെ വീടാണിത്. ഇവിടെ 2 പെൺകുട്ടികളുണ്ട്. ഇവർക്ക് പുറത്തുകൂടെ ഇറങ്ങി നടക്കൊന്നും വേണ്ടേ? എനിക്കറിയാം ഞങ്ങളെ മണ്ടുവിന്റെ വീടല്ലേ. മണ്ണൂന്റെ വീടാണെങ്കിൽ മണ്ടുവിന്റെ അച്ഛനല്ലേ? അച്ഛനാണെങ്കിൽ എന്താണ്? ഇല്ല, ഞങ്ങൾ ചങ്ക് ബ്രോണ്, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. എടാ ഞാൻ നിങ്ങളോട് പല വട്ടം പറഞ്ഞിട്ടില്ലേ ഈ കിണറിന്റെ മുകളിൽ വന്നിരുന്ന ടീമൊക്കെ കസർത്ത് പാടില്ല എന്ന്. ആരോടാ ഞാൻ പറഞ്ഞത്? ആർക്കറിയാം? ഒക്കെ ഒരുപോലല്ലേ. എന്നെ മനസ്സിലായില്ലേ? ഏതാ ഉണ്ണി? ഏതുണ്ണി? രാമേട്ടന്റെ മോൻ. എന്ത് രാമ? ഏത് രാമനാണോ? നിങ്ങളുടെ വീട്ടിൽ തേങ്ങ ഒരുക്കുന്നത് രാമേട്ടന്റെ മോൻ. കാസർഗോഡ് രാമേട്ടനെ പറയും. ചുമ്മാ ഒരു കാര്യം ഞാൻ പറയാം. ഇനി മേലാൽ ഈ കിണറിന്റെ മുകളിൽ വന്നിരുന്നിട്ടുള്ള ഈ തോന്നിയസം കാണിക്കലുണ്ടല്ലോ, ഇനി അത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ പറയല്ല. ഞങ്ങൾ ശല്യത്തിനൊന്നും ശല്യം ഉണ്ടോ? നിങ്ങളെ കൊണ്ട് വലിയ ശല്യമുണ്ട്, അതല്ലേ പറയണത്? ഞങ്ങൾ എന്ത് ചെയ്ത്? ഞങ്ങൾ അങ്ങനെ എന്ത് ശല്യം ചെയ്തു? നിങ്ങൾ വലിയ ശല്യക്കാരനാണ് നീ റെസിഡൻസ് അസോസിയേഷൻകാരെ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങളോട് പറഞ്ഞിട്ടാണോ തീരുമാനം എടുക്കണത്? ആണോ? തനിക്കൊക്കെ നാണുണ്ടോ? എന്റെ അച്ഛനാവാനുള്ള പ്രായമില്ല എനിക്ക് ഇല്ലേ? ഉള്ള വല്ല് കടിച്ച് സീനാക്കണ്ട. ഞങ്ങളെ അച്ഛനാണ് വെറുതെ സീനാക്കണേന്ന്. ഞാൻ എന്തിനാ ബഹളം ഉണ്ടാക്കണമെന്നോ? ഈ കിണറിന്റെ മുകളിൽ ഇരുന്ന് ടീമൊക്കെ കസർത്തുകൾ കാണിച്ചവരെ ഞാൻ എന്ത് ചെയ്യണം? പാട്ട് പ്രാക്ടീസിനായിരുന്നു. അച്ഛ അങ്ങനെ പറയല്ലേ അച്ഛാ. കഴിഞ്ഞ പരിപാടിക്ക് പോയിട്ട് തല്ലും കൊണ്ട് വന്നേക്കാ പൊട്ടപ്പാര്. നീ ഇപ്പൊ എന്തിനാ വന്നേ? ഇത് പെൺകുട്ടികൾ നടന്നു പോകുന്ന വഴിയാണെന്ന്. ഈ വക താടി മൂടി നീട്ടി വളർത്തിയിട്ടുള്ള കോമാളികൾ ഇവിടെ വന്നിരുന്ന കസർത്ത് കാണിക്കാൻ പാടുമോ? ഞങ്ങൾ ശല്യത്തിനൊന്നും നിൽക്കണല്ലോ. എടോ നിങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടെന്ന്. അച്ഛ അവര് എന്റെ ഫ്രണ്ട്സ്, അങ്ങനെ പറയല്ലേ. അവര് പാട്ട് പാടുന്നുണ്ടെന്നല്ലേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഞങ്ങളെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണേ, ഞങ്ങൾ പോയിക്കോളാം. നിങ്ങളെ ഈ പ്രദേശത്തെങ്ങാനും കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എന്താ വേണ്ടത് എനിക്കറിയാം കേട്ടാ. തോടി മുടി നീട്ടി വളർത്തിട്ട് ഓരോ കഴുതകള് കൂളിക്കൂല പതികള്. കേട്ടല്ല, ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് കുളിച്ചിട്ട് പുറത്തിറങ്ങണോട്ടാന്ന്. അത് ഞാൻ കുളിക്കാത്ത കാര്യം ഇയാളെങ്ങനെ അറിഞ്ഞു? ഞങ്ങൾക്കറിയണം എങ്ങനെയാണ്. ഒരാള് കുളിക്കാത്തപ്പോ എല്ലാം അറിയണ്ട. ഞാൻ പോയി 2 കൊടുക്കട്ടെ. വേണ്ടപ്പോ ഇവിടെ പട്ടിണി കിടക്കണം. എന്തിനാണ്? അച്ഛൻ തേങ്ങ സ്ഥലമല്ലേ. നീ ഇപ്പോഴും യോ പറഞ്ഞാ ഇതായോ ഇല്ല അയ്യോ. പറഞ്ഞത് ഞങ്ങ പോണേ. എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇല്ല പോണേ. എന്താടാ വാടാ വാടാ സീനാക്കണ്ട. വാ നിങ്ങള് സീനാക്കണ്ട. എവിടെ പോയിരിക്കണ? വേറെ സ്ഥലമില്ലല്ലോ. ഇങ്ങോട്ട് വായി വഴിക്ക് കാണിച്ചു തരാം ഞാൻ. എന്താ സാറേ ഇത്? നീ മലയാളിയാണോ ബംഗാളിയാണോ? മലയാളി സാറേ. ഓ, എന്ത് കോലോടെ ഇത്? എന്താ സാറേ കോലത്തിന് കുഴപ്പം? ഇതെന്താടാ ഇത്? അത് ഹെഡ്ഫോൺ ഇതൊക്കെ വെച്ചിട്ട് റോഡിൽ കൂടെ ഇത് വെച്ചോണ്ട് നടന്നാ വേറെ വണ്ടി വന്നാൽ നീ അറിയോ? അല്ല, ഞാൻ സൈഡ് കയറി നടക്കുന്നത് അതിലെ. സൈഡ് കയറി നടക്കുന്ന? ആ, എന്താണ് ഇത്? മുടി മുടി. അപ്പൊ ഇതാ തൊപ്പി. തൊപ്പിയ മറുപടി നിനക്ക് മുടി കെട്ടാൻ സമയത്താണോ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ട് സാർ, അതിന് വേണ്ടി വളർത്തുന്നതാണ് മുടി ഇങ്ങനെ. ഓ, അതെ, മുടി വെച്ചാണ് നീ കൊട്ടണ ബാൻഡ്? അല്ല, ഞങ്ങൾ മുടി വളർത്തുന്ന മോഡേൺ വേണ്ടിയിട്ട് വളർത്തുന്നതാണ്. മുടി വളർത്തിയാലേ പാട്ട് വരുവുള്ള ഉള്ളിന്ന്. എന്താടാ ബാൻഡിന്റെ ഒരു മോഡേൺ ആണ്. ബാൻഡിന്റെ എന്ന് പറഞ്ഞത് നീനെ പോലെ കുറേ എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ പറഞ്ഞ നടപ്പുണ്ട്. താടിയും മുടിയും വളർത്തിയിട്ട് അവന്റെ. സാറേ, അതിനിപ്പോ ഞങ്ങൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചേ? ഇത് മറ്റേ മരുന്ന് പിള്ളേരുടെ ജംഗ്ഷനാണ്, ഇവൻ അതിൽപ്പെട്ടതാണ്. ഒന്ന് പൊക്കിയാലോ? എന്ത് മരുന്ന് നിനക്കറിയില്ലടാ? ഇല്ല മരുന്ന് നിനക്കറിയില്ലടാ? ഇല്ല സാറേ. എന്ത് സാറേ മുഖം കണ്ടാലേ മരുന്ന് വെക്കണവനാണെന്ന്. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. എന്താ നോക്കിയാ കവറില് നീ ആ പൊതി ഉണ്ടാ നോക്കട്ടാ. വൃത്തിയുടെ എന്താണ് ഈ കോലത്തിനൊരു വൃത്തിയിടല്ലേടാ സാറേ? ഞാൻ മര്യാദക്കല്ല സാറേ. ഞാനിപ്പോ അവിടെ നിന്ന് വന്നപ്പോ എന്താ തെറ്റിയത് സാറേ? ഈ തെറ്റെന്താണ്? നീ വർത്താനം പറയല്ലേ, വിടറാ സാറേ.
എന്താടാ ഇത്? ഡ്രസ്സാണ് എന്താ ഡ്രസ്സ് ഇത്? എന്താടാ ഇത്? ഇത് ആൾക്കാർ ഇടുന്ന സാധനമാണോ ഇതൊക്കെ? സാർ ഇങ്ങനെ നിലത്തിടല്ല സാർ, ഇതെന്തിനാ എങ്ങനെ നിലത്തിടുന്നത്? ഇത് എവിടെ പോയി മേടിക്കേണ്ടത്? എവിടെ പോയാൽ നീ ഏതൊക്കെ മേടിക്കണം? എൻ്റെ പേരെന്താടാ? എൻ്റെ പേര് ടിപ്പു. ടിപ്പുവോ? കൊള്ളാം. ഈ കോലത്തിന് പറ്റിയ പേര്. പട്ടിയുടെ കൂട്ട് തന്നെ ഉണ്ട്. എൻ്റെ വീട്ടിൽ തന്തേന്നള്ളേക്കെ ഉണ്ട് സാറേ. ഉണ്ടോ? ഉണ്ട്. എന്ത് ചെയ്യണ് തന്ത? അച്ഛനില്ല സാർ, അച്ഛൻ പോയി. ഓ, അതിൻ്റെ കുറവായി ഈ കാണുന്നത്. അമ്മ എന്ത് ചെയ്യണം? അമ്മ വീട്ടു ജോലിയാണ്, അവിടെ വീട്ടിലുണ്ട്. അടുക്കള പണി അല്ലേ? അതെ. എങ്ങനെ പോയി അടുക്കള പോയി എല്ലാം പണി ചെയ്ത് അവരുണ്ടാക്കണത്? നീ ഇങ്ങനെ കോലം കെട്ട് നടക്കണം. എന്ത് കോലം കെട്ടത് സാറൊക്കെ പറയുന്നേ? എന്ത് കോലം കെട്ടുന്നു? പക്ഷേ സാറ് ചുമ്മാ തല്ലല്ലേ സാറേ, എന്തിനാ നിങ്ങൾ തല്ലുന്നേ, വെറുതെ നോവിക്കുന്നേ? സാറേ കണ്ട മറ്റേ കാല് നോക്കി ചങ്ങലയും പൊട്ടിച്ച് വന്നേക്കാണ് കണ്ടെന്ന്. ഇതെന്താടാ? എന്താടാ ഇത്? അത് ചെയിനാണ് സാറേ. ചെയിനോ? ചെയിൻ. ആ എന്താടാ ഇതൊക്കെ ഇടണേ? സാറേ നോവിക്കല്ലേ സാറേ, ആ. ഓ, അപ്പൊ കൂലിത്തല്ലും കൊട്ടേഷനൊക്കെ ഉണ്ടല്ലേ? സാറേ ചില്ല് വീണതാണ്. അടിവാളിന് വെട്ടിയൊക്കെയാണുള്ളത്. അല്ല സാറേ, ചില്ല് വീണത് തന്നെയാ. അതാണ്ട ഇവിടെ ഉണ്ടല്ലോ. ഇതെന്താടാ? അത് ആക്സിഡന്റ് പറ്റിയ ബൈക്ക് ആക്സിഡന്റ് പറ്റിയതാണ്. ബൈക്കിൽ നിന്ന് മാല പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോ ബൈക്കിൽ നിന്ന് വീണതല്ലേ? സാറേ എന്താ ഇങ്ങനെയൊക്കെ പറയണ? സാറേ കാര്യം പറ സാറേ. സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞോളാം നിനക്ക്. കാര്യം അറിയണോ നിനക്ക്? സാറേ സ്റ്റേഷനിൽ പോയിട്ട് മുഴുവൻ അതേ പറഞ്ഞുതരാം. വണ്ടി എടുക്ക്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ? കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് ഗുളിക എഴുതിത്തരാം, ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. അല്ല കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഗുളിക കഴിക്കേണ്ട കാര്യമില്ലല്ലോ ഡോക്ടറെ. ഇത് അയൺ ആൻഡ് കാൽസ്യം ടാബ്ലറ്റ്സ് ആണ്. അല്ലേ, ചോദിച്ചോളൂ. ഡോക്ടർ നമുക്ക് ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊന്ന് പറഞ്ഞു തരുമോ? അത് നമ്മൾ അങ്ങനെ സ്കാൻ ചെയ്യുന്നത് ഇല്ലീഗലാണ്. കുട്ടി ആണാണേലും പെണ്ണാണേലും ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അല്ല സന്തോഷക്കുറവുണ്ടായിട്ടല്ലേ ഡോക്ടർക്ക് ഇതിൽ നോക്കി അറിയാം. ഇല്ല, നമുക്കത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ രമേശനില്ലേ, രമേശൻ പറഞ്ഞ ഡോക്ടർക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ തന്നാൽ പറഞ്ഞു തരുമല്ലോ. അപ്പൊ ശരിയാണ്. ഇന്നെന്തായാലും ഫ്രൂട്ട് സാലഡ് വേണം കേട്ടോ. മേടിച്ച് തരാം, തള്ള കാണാതെ ഞാൻ കൊണ്ടുവന്ന് തരാം. എൻ്റെ തീറ്റിക്കൂല. ഇവിടെ വാ. ഒന്നനങ്ങി നടക്കോ? അപ്പൊ നിനക്കാണോ അവക്കാണോ ഗർഭം? ഇല്ല അമ്മേ, ഡോക്ടർ പറഞ്ഞേ തട്ടല്ലേ ഒക്കെ നടക്ക്. ലോകത്തൊരു പെണ്ണ് ഗർഭിണിയായിട്ടില്ലാന്ന് തോന്നുമല്ലോ ഇത് കണ്ട. ഇഷ്ടിയായി പോയി. എന്തായിടാ പോയിട്ട്? അമ്മ ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പമില്ല. ഇനി 1 മാസം കഴിയുമ്പോ പോയി ഒരു എക്സ്റേ കൂടി എടുക്കണം. എക്സ്റേ ഇല്ല, സ്കാനിങ്. സ്കാനിങ്. എന്ത് സ്കാനിങ് ആണെങ്കിലും ഞാൻ പറഞ്ഞാ നിങ്ങളോട്, അവളുടെ വയറ് കണ്ടപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ പറയണ കേൾക്കൂല. ഈ ആശുപത്രി ചെന്നിട്ട് കണ്ണി കണ്ട മെഷീനൊക്കെ എടുത്ത് വയറ്റിലോട്ട് വെക്കാഞ്ഞിട്ടാണ് അവന് കുഴപ്പം മുഴുവൻ. എന്നിട്ടാണ് ഈ കണ്ട ഗുളികയൊക്കെ തന്നത്. കൃത്യമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. ഇനി കുറെ വിഷം എടുത്തു തരും. എന്റെ കൊച്ചെ, ഈ ഗുളിക ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് നിനക്ക് വല്ല അസുഖം ഉണ്ടോ? അമ്മ ഇത് കാൽസ്യം ഗുളികയാ. കാൽസ്യം ആണെങ്കിൽ എന്താണെങ്കിലും ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാനൊക്കെ കാൽസ്യം ഒക്കെ കഴിച്ചിട്ട് എങ്ങനെ പറ്റത്? നിങ്ങൾക്കറിയാലോ, 5 പെറ്റതാ ഞാൻ. ഈ പറമ്പിലുള്ള കുറെ പെണ്ണുങ്ങളുടെ പ്രസവം എടുത്തിട്ടുണ്ട്. ഈ പാടത്തും പറമ്പിലൊക്കെ പണിക്കും പോയി കുടുംബത്തെ പണിയും കഴിഞ്ഞിട്ടാണ് നിന്നെയൊക്കെ പ്രസവിച്ചത്. നിനക്കൊക്കെ എന്ത് കുഴപ്പമുണ്ട്? അമ്മ അങ്ങനെ ചെയ്തോണ്ടാണ് എന്റെ കോലം ഇങ്ങനെ ഇരിക്കണം, കയ്യും കാലും ഒക്കെ വളഞ്ഞി. എന്താടാ നിനക്കൊരു കുഴപ്പം? എന്താ നിനക്കൊരു കുഴപ്പം? എന്ത് വർക്കത്തിനടാ നിന്നെ കാണാൻ? വലിയ വർക്കത്താണ്. ഒരു സാധനം പറ്റി വെച്ചേക്കണ കോലം കണ്ടില്ലേ? എന്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് മണ്ടൂനെ കിട്ടിയത്. നല്ല മക്കളെങ്കിലും ഉണ്ടാവുമല്ലോ. ഭാഗ്യമാണെങ്കിൽ എടുത്ത് മടിയിലോട്ട് ഇരുത്തിക്കോ, അനങ്ങാതെ ഇരിക്കട്ടെ ഇങ്ങനെ. പിന്നെ എന്താ പറഞ്ഞു ഡോക്ടർ? പിന്നെ ഡോക്ടർ പറഞ്ഞ് ഫുൾ റെസ്റ്റ് വേണം, ഭർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാകണം, പിന്നെ ഓറഞ്ചും ആപ്പിളൊക്കെ കഴിക്കാൻ കൊടുക്കണം, കട്ടിലേന്ന് എണീക്കണ്ടെന്ന് പറഞ്ഞു. കട്ടിലേന്ന് എണീക്കണ്ട. ഡോക്ടർ അങ്ങനെ പലതും പറയും. അതും കേട്ടോണ്ട് ഇവിടെ കാലമേ കാലം കേട്ടിരിക്കാനാ നിങ്ങളുടെ ഭാവം? അമ്മ എന്റെ കാലില് നീരാണമ്മേ. നീരൊക്കെ ഉണ്ടാവും. ആ നീര് മാറണമെങ്കിൽ മേലനെങ്കിൽ പണിയെടുക്കണം. ആ മുറ്റമൊക്കെ അടിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് നോക്കിയേ, എല്ലാ അസുഖവും മാറും. ഇനി അഥവാ ഡോക്ടർ പറയണ കേട്ട് ഇവിടെ കയറി അനങ്ങാതിരിക്കാനാണ് നിന്റെയൊക്കെ ഭാവമെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോളണം സ്വന്തം വീട്ടിലോട്ട്. ഒന്ന് മാറ്റി വെക്കമ്മ, ആ കുഞ്ഞ് പേടിക്കൂലേ? എടാ ചെറുക്ക, ലോകത്തെ ആദ്യത്തെ ഗർഭിണിയൊന്നും അല്ല നിന്റെ ഭാര്യ. നീ എന്താ ഉദ്ദേശിക്കണം? നിനക്കാണോ അവക്കാണ് ഇപ്പൊ ഗർഭം? നമ്മുടെ കുഞ്ഞല്ലേ അമ്മ, ഇത് നമ്മുടെ വീട്ടിൽ വരണ്ടല്ലേ. നീ പോയിക്കടി, ആകത്തുള്ള പാത്രമൊക്കെ കഴുകി വെച്ചേ. എനിക്ക് പറ്റുന്നില്ല പാത്രങ്ങളും. എടാ നീ ഇവിടെ പോണ? ഇവിടെ വാ. നിന്നോട് ആര് പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് പോവാൻ?
അല്ല അവളാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടാ എന്നാ ഇത് ചെയ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് കൂട്ടിരിക്കാനല്ലേ ഉണ്ടോന്ന്. അവിടെ എടുക്കാത്തത് എന്ത്? എല്ലാം ഉണ്ടല്ലോ കയ്യില്. തുറക്കണ്ടാട്ടാ. ഇത് മതിയാ? ഇച്ചിരി കൂടി ചെറുതെടുക്ക്. ഇതുള്ള ചെറുത്. ആ വലിയ മടലെടുത്ത് കീറടാങ്ങാട്. Ini kemana itu? Ada profesor ni dan tu kemana tu sebenarnya? Ya. Back on. See you. Bye. വിരലൊടിച്ചെടുക്കുമല്ലോ നീ. എന്ത് പറഞ്ഞ ഡോക്ടർ? 8 മണിക്ക് കയറ്റാണ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിനക്ക് ബാധർന്നാണ് ചോദിക്കായിരുന്നില്ലേ? അവൻ കുറെ ചോദിക്കും. അവൻ അന്നേരം മുതൽ ആദ്യം പിടിച്ചിരിക്കണം. എന്ത് കാര്യത്തിലാന്നാവോ? എന്താ കേൾക്കാ? നീ ആദ്യം കൂടെ നട്ടഹസിക്കണ്ടായല്ലോ. അവന്റെ വിചാരം ലോകത്ത് ആദ്യത്തെ ഗർഭിണി അവന്റെ ഭാര്യ എന്നാ. ഞാൻ നിന്നെയൊക്കെ പറ്റപ്പോ നിങ്ങളുടെ അച്ഛൻ ഇതേപോലെ പുറം കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. അന്നാ സ്നേഹത്തിന് വല്ല കുറവുണ്ടായോ? അതുമില്ല. എൻ്റെ അമ്മ പണ്ടത്തെ മാതിരി നല്ല ഈ സമയത്ത് ഭർത്താവിനൊരു പരിചരണം ഭാര്യയ്ക്കുണ്ടാവണത് നല്ലതാണ്. അപ്പൊ സയൻസ് അടക്കം പറയുന്നു. ഓ പറയട്ടെ പൊന്നോ. ചേട്ടനൊന്നും ഇന്ന് കാര്യമായിട്ട് ചോദിക്കേട്ടാ. ഞാൻ എന്ത് ചോദിക്കാനാടാ? അല്ല അവര് പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാകണില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക ചെയ്യേണ്ടത്. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഈ ഒന്നും പറയില്ല കേട്ടോ. ഹലോ. ആരാ? മകളാ? മകളല്ല, ഭാര്യയാണ്. എനിക്ക് 3 പെൺമക്കളാണ്. ഒരു ആൺകുട്ടി ജനിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയി വഴിപാടൊക്കെ കൊടുത്ത് എന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴാണ് ഒരു സ്വാമി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ജനിക്കാൻ വേണ്ടി പോണത് തങ്കമായ ഒരു ആൺകുട്ടിയാണ്. ഈ സ്ത്രീധനം അങ്ങോട്ട് കൊടുത്ത് കെട്ടിച്ചാൽ പോരല്ല, ഇങ്ങോട്ടും മേടിച്ചെടുക്കണ്ടേ, അതിനൊരാള് വേണ്ടേ. അപ്പൊ ജനിക്കാൻ പോണ കുട്ടിയെ കൊണ്ട് സ്ത്രീധനൊക്കെ വാങ്ങിപ്പിച്ചിട്ടേ പോകുന്നർത്ഥം. സുമേഷ് ഞാനാ ഭാര്യ പ്രസവിച്ചു. ഓ എന്താ സ്വാമി പെൺകുട്ടിയാണ്. സ്വാമി ചതച്ചേട്ടാ. ഇരിക്കാണ്ട് ക്യാഷ് കൗണ്ടർ എടുക്കാൻ പറഞ്ഞു. ചെലവുണ്ടിട്ടാ. മന്മഥൻ ജർമ്മനി മന്മഥൻ. ജപ്പാനോ അല്ല മന്മഥനല്ലേ? ജർമ്മനിയിൽ വന്ന മന്മഥൻ. ഡോക്ടർ വിസിറ്റിംഗ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി. മണ്ടൂന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. എന്ത് പറ്റാനാണ്? അവരുടെയൊക്കെ ഭാര്യനെ പിന്നെയാണ് കയറ്റിയത്. അവരൊക്കെ പെറ്റതുണ്ടോ? അവരൊക്കെ പെറ്റോളും നിന്റെ ഭാര്യയും പെറ്റോളും അവിടെ അനങ്ങാതിരിക്കി. നിനക്ക് പേടിനെങ്കിൽ നീ വീട്ടിൽ പോയിരുന്നാ? വർക്കത്തില്ലാത്ത വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കണം. What's the matter, Felsen? No. Okay. Yeah. I'm totally free, man. No. Okay, I'll call you back. Okay. See you now. Bye. Okay. See, Mr. Manmadan. അത് മാറ്റിക്കോളൂ. ചവിട്ടുന്നത് മാറ്റിക്കണേ. Sorry, doctor. Sorry. ഇത് ഈ പുറത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട്. ഇനി നിങ്ങളുടെ ഹോസ്പിറ്റല് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് എൻ്റെ മെയിൻ എയിം. ഈ വരുന്ന തലമുറയുണ്ടല്ലോ, ന്യൂ ജനറേഷൻ, അവർക്ക് ഞാനൊരു മാതൃകയാകണം. ലേബർ റൂമിൽ സഫർ ചെയ്യുന്ന നമ്മുടെ വൈഫുമാരുടെ പെയിൻ ഉണ്ടല്ലോ, അത് നമ്മൾ അറിയണം, ഹസ്ബൻഡ്സ് അറിയണം. എന്നാലും നമ്മുടെ ആ റിലേഷൻ ഒരു ഇതുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് ഹസ്ബൻഡ്സ് ആണ്, വി ആർ ഇഡിയറ്റ്സ്. അല്ല, മന്മഥന് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാരണം എന്താ? ഞാൻ ജർമ്മനിയിലെ ബിസിനസ്സാണ് എനിക്ക്. അപ്പോൾ അവിടെ ഇതാണ് അവിടുത്തെ ഒരു പാറ്റേൺ. ലേബർ റൂമിൽ ഹസ്ബൻഡ്സ് ഉണ്ടാവും.
ബട്ട് വൈഫിൻ്റെ ആദ്യത്തെ ഡെലിവറി നാട്ടിലായിരുന്നു, ഇവിടെ ഇവിടെ. അപ്പം ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ട് ഫ്ലൈറ്റ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കിയിരുന്നു. ബട്ട് സം ബിസിനസ് പ്രോബ്ലംസ് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് ഞാൻ വൈഫിന് ചീറ്റ് ചെയ്തു. എന്നിട്ട് ഓള് പ്രസവിച്ചില്ല? പ്രസവിച്ചു, അത് അതിൻ്റെ വഴിക്ക് പോയി. ബട്ട് ഞാൻ വൈഫിന് കൊടുത്ത വാക്ക് അതെനിക്ക് പാലിക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ അവളുടെ കൂടെ ലേബർ റൂമിൽ ഉണ്ടാവുമെന്ന് വാക്ക് കൊടുത്തതാണ് സാർ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഡെലിവറി ടൈമിൽ പ്ലാൻ ചെയ്തൊരു പ്രോജക്റ്റാണിത്. പ്രോജക്റ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടത് ഇത് വൈറലാക്കണം, അതിനുവേണ്ടി ഒരു ഫോട്ടോ എടുക്കണം. അല്ല, ഇത് ഓൾറെഡി വൈറലുണ്ടല്ലോ. നോ അതല്ല സാർ, അതുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതല്ല. വൈറലാക്കണം? അതെ, ആൾക്കാരുടെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കണം. അപ്പോൾ എനിക്കൊരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ താഴെ ഒരു ക്യാപ്ഷൻ കൊടുക്കണം, ലേബർ റൂമിൽ ഭാര്യയ്ക്ക് തുണയായി ഭർത്താവ്. അതല്ല, ഇപ്പൊ ഈ ഓൾക്കൊപ്പോ ഓനൊപ്പം എന്നൊക്കെ പറഞ്ഞ പോലെ ഭാര്യക്കൊപ്പോ. ഇത് മന്മഥൻ ഇതിന് പ്രിപ്പയർഡ് ആണല്ലോ അല്ലേ? അല്ല, മാനസികമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തില്ലേ? ഞാൻ എൻ്റെ ജർമ്മനിയിലെ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തു. മാത്രമല്ല യൂട്യൂബിൽ ഞാൻ ഒരുപാട് ഡെലിവറി വീഡിയോസ് കണ്ടു. ആ ട്യൂബിൽ ഇതൊക്കെ ഉണ്ട്. നോട്ട് ആ ട്യൂബ്, യൂട്യൂബ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ പ്രിപ്പയർഡ് ആണ്. അങ്ങനെ ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട് എനിക്ക്. അവിടെ മൊത്തം പ്രശ്നം നടക്കുന്നത്. ഇവിടെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴാണ് ഇങ്ങനെ അനുവാദം ഇല്ലാണ്ട് കയറി വരിക. ഇതൊരു നേഴ്സല്ലേ? എന്താണ് ഉണ്ണി, എന്താ പ്രോബ്ലം? എന്താ അവിടെ? സാറേ, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടേ അവിടെ ഗർഭം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൊത്തം കുഴപ്പം നടക്കുകയാണ്. അതിനെന്താണ് കുഴപ്പം? ഗർഭം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? എന്താ ആണാന്ന് ടെസ്റ്റ് ചെയ്ത് യൂറിൻ. ആണ് ഗർഭം? ഓ സാർ, ഇത് ജർമ്മനിയിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഗർഭം സാറേ, ഇത് എന്തെങ്കിലും ലാബ് മിസ്റ്റേക്ക് ആയിരിക്കും. അത് തന്നെ, ഈ മിസ്റ്റേക്ക് ജർമ്മനിയിൽ സംഭവിക്കാറുണ്ട്. അത് അവരോട് ഒന്നുകൂടി യൂറിൻ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സാറേ, അത് അവന് നിൽക്കുന്നില്ല. അതിന് ഒരു ഉറുപ്പ തരാൻ പറ്റില്ല എന്നാ പറയുന്നത്. യൂറിൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ലാബിന് പൈസ അടക്കേണ്ടി വരും. സാർ, ഒരു കാര്യം ചെയ്യുമോ, ഇനി അതിൻ്റെ പേരിൽ ഒരു കച്ചറ ഉണ്ടാക്കണ്ട. അയാളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബില്ലിൽ കൂടെ ആഡ് ചെയ്യും കേട്ടോ. ഇത് അവരോട് പറയും, ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ പറയും കേട്ടോ. മോൻ അത് എൻ്റെ ബില്ലിൽ ചെയ്താൽ മതി കേട്ടോ. ഒന്നുകൂടി ചോദിക്കുകയാണ്, മന്മഥൻ പ്രിപ്പയർഡ് ആണല്ലോ അല്ലേ? മാനസികമായിട്ട് തയ്യാറെടുത്തില്ലെന്നാ സാറ് ചോദിക്കണത്. സാറേ, ഐ എം 100% പ്രിപ്പയർഡ്. ഇല്ലേട്ടാ ഒന്ന് പോയി ചോദിക്കില്ലേട്ടാ, ഇവിടെ കിടന്ന് ഉറങ്ങണ. എടാ, ഞാനാണോ പ്രസവം എടുക്കണത്? ആണോ? അവിടെ വേറെ ആൾക്കാരില്ലേ? ഞാൻ എന്തും പോയിട്ട് ഈ ചോദിക്കണത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിന്നോട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി മോനെ എന്ന്. ഇനി നോക്കി അവളിപ്പോൾ പെറൂല. 2 ദിവസം കൃത്യം 2 ദിവസം കഴിഞ്ഞ് അവള് പെറും. അത് പെൺകൊച്ചു നോക്കിക്കോ. എന്താ കണക്ക്? അങ്ങനെ കണക്കുണ്ട്. പഴയ ആൾക്കാർക്ക് അങ്ങനെ പലതും അറിയാം. നീ അവളുടെ വയറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എടാ, അവളുടെ വയറ് താഴോട്ട് ഇടിഞ്ഞ് മുങ്ങി ഇങ്ങനെ കൂർത്തല്ലിരിക്കണത്. അത് പെൺകൊച്ചുങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ആൺകൊച്ചാണെങ്കിൽ വയറ് കൊടം പോലെ ഇരിക്കും, നല്ല ക്ഷീണം ഉണ്ടാവും. സത്യ, ഇതെന്ത് വേഷാണ് ഇത്? കോമാളികളെ പോലെ. നിനക്കിത് ചേരൂലടാ. സത്യശീല, ഇതൊക്കെ എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതിനുവേണ്ടി ഞാൻ ഈ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. ഈ കോട്ടും വണ്ടിയൊക്കെ ഇതൊക്കെ കണ്ടാലേ ഓർത്തും ഒരു ഫ്ലാറ്റ് മേടിക്കുള്ളൂ. എടാ, ഈ ചൂട് കാലത്ത് ഇതൊക്കെ ഇട്ട് കിടക്കാൻ നിനക്ക് എന്താ പ്രാന്തുണ്ടാ? അതെ, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? നീ എന്താ കേട്ടതെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ ആ ഫ്ലാറ്റ് കെട്ടാൻ പോകുന്നതിൻ്റെ അടുത്തായിട്ട് ശ്മശാനമോ എന്തോ കുന്തം വരാൻ പോകണമെന്നും അതിനെതിരെ ഒരുത്തനോട് സമരം ചെയ്യുന്നു എന്തോ ശീതളനെന്നോ? എടോ മന്മഥ, സമരം ചെയ്യുന്നവർ സമരം ചെയ്തോട്ടെ. അവർ സമരം ചെയ്യാതിരിക്കുമോ? അവിടെ ശ്മശാനം വരില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? നീ പറഞ്ഞു. എന്നാലും നിനക്കറിയാമല്ലോ, നിന്നെ ഒരുത്തനെ വിശ്വസിച്ചാണ് ഞാൻ കോടികൾ മുടക്കി ഈ പ്രോജക്റ്റ് അവിടെ തുടങ്ങിയിരിക്കണം. നീ എപ്പോഴും പറയുമല്ലോ നിന്റെ പഞ്ചായത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഒരു വികസനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അവർ സമരം ചെയ്യുന്നു എന്ന് വിചാരിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഭരണം തീരുന്നതിൻ്റെ ഉള്ളിൽ നീ ഫ്ലാറ്റ് കെട്ടി തീർക്ക്, അതിനുള്ള ഏർപ്പാട് നോക്ക്. അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം നിങ്ങളുടെ ഭരണം തീരുന്നതിനുള്ളിൽ ഞാൻ അവിടെ ഫ്ലാറ്റ് കെട്ടി, ആൾക്കാർ താമസമായി കഴിഞ്ഞു, അടുത്ത പുതിയ ഭരണം വന്നു, അപ്പോഴേക്കും അവരവിടെ ശ്മശാനം വേണമെന്ന് പറഞ്ഞ് വീണ്ടും സമരം ചെയ്താലോ? എടോ, നിന്റെ ഈ ഫ്ലാറ്റിനകത്ത് താമസിക്കുന്ന ആളുകൾ പാവകളൊന്നും അല്ലല്ലോ.
ആണോ? ശ്മശാനം വേണമെന്ന് പറഞ്ഞാൽ സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഫ്ലാറ്റിലുള്ള കുടുംബങ്ങളെ ഇറക്കണം, സമരം ചെയ്യിക്കണം. സമരം ചെയ്യിക്കണം. എൻ്റെ മന്മത, ഇവിടെ ശ്മശാനം വരണം എന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകളോട് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, അത് പിന്നീട് മതി എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ മുട്ടുന്യായങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? നിനക്കതിൻ്റെ തൊട്ടടുത്ത് സ്ഥലമുണ്ടെന്നും അവിടെ നിനക്ക് ഫ്ലാറ്റ് പണിയണം എന്നുള്ളത് കൊണ്ടാണ്. അത് നീ മനസ്സിലാക്കണം. എൻ്റെ സത്യശീല അതാണല്ലോ നമ്മൾ തമ്മിലുള്ള സുഹൃത്ബന്ധം. ആണല്ലോ. ആ സൗഹൃദം അങ്ങനെ നിലനിൽക്കണമെങ്കിൽ നീ എനിക്ക് എന്ത് തരും? നമ്മൾ തമ്മിൽ 1 മുതൽ 10 വരെ ഒരു ബെഞ്ചിരുന്ന് പഠിച്ചത് ഇത്ര വലിയ തെറ്റാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ സത്യ. അല്ല ഇത് പറ. അല്ല, ഞാൻ ഇടയ്ക്ക് പാർട്ടി ഫണ്ടിലേക്ക് വേണ്ടിയിട്ടൊരു 5 ലക്ഷം തന്നിരുന്നു. അത് പാർട്ടി ഫണ്ടിലേക്കല്ലേ? എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. ഓ, അപ്പം നീ പാർട്ടിയും രണ്ടും വ്യത്യാസമുണ്ടല്ലേ? എന്താ നീ പ്രതീക്ഷിക്കണേ? എനിക്ക് അതിലൊരു ഫ്ലാറ്റ് വേണം. അതിലൊരു ഫ്ലാറ്റ് വേണമെന്ന്. ഫ്ലാറ്റാ? സത്യശീല, ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലാറ്റ് അല്ല, അത് ഈ കാര്യമായിട്ട് പറഞ്ഞാണോ? പിന്നല്ലേ, ഇതൊക്കെ അങ്ങനെ തമാശ പറയേണ്ട കാര്യങ്ങളാണോ? അല്ലാതെ ഇത് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ബുദ്ധിമുട്ടാണൊക്കെ വേണ്ടെന്ന്. അല്ല അങ്ങനെയല്ല, ഇതിപ്പോൾ എന്താ അറിയാമോ? തരുമോ ഇല്ലയോ? ഇത് നീ എന്നാ ശ്മശാനത്തെ കൊണ്ടിട്ട് കുഴിച്ചിടേ. എന്നൊരു കാര്യം, ഇത് കഷ്ടമാണ്. എന്നൊരു കാര്യം, നീ ഇതൊക്കെ വിട്ടേക്ക്, ഇത് കേസൊക്കെ വിട്ടേക്ക്. അല്ല, അത് വേണ്ട, തരാം ഞാൻ. അതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ. എനിക്ക് 2 റീത്ത് വേണം വരുന്നല്ലോ. നമ്മുടെ വാർഡിൽ നിന്ന് 4 പേരാണ് മൊത്തം മരിച്ചേക്കണേ. 2 സ്ഥലത്ത് ഞാൻ പോയി റീത്ത് വെച്ചിട്ടാണ് വന്നത്. അത് മനസ്സിലായി. സ്ഥലത്ത് പോകാനായിട്ട് കാശില്ല. അത് മനസ്സിലായി. മൊത്തം പൈസ എടുത്ത് കീശിയിലിട്ടു. ഇപ്പൊ 2 റീത്ത് വേണം. 400 റുപ്യ, ഒരു 200 റുപ്യ എന്നാ മതി. 200 രൂപ? എന്താണത്, വെള്ളരിക്കപ്പെടണോ? പിന്നെ എത്ര വരും? ഞാനൊരു 50 രൂപ വരും. പോരുന്നു ഒരു 150 രൂപ. ഒന്ന് പോടാ, ഈ ഒരു 3 എടുത്തോളൂ. ചെല 200 കൂടി എടുക്കണം. കൂടി നീ പോയ ഒരു പേപ്പർ എടുത്തോളൂ. പാടി